പാലക്കാട് മുണ്ടൂരിൽ യുവാവ് അയൽവാസിയെ തലക്കടിച്ചു കൊന്നു. മുണ്ടൂർ കുമ്മങ്കോട് സ്വദേശി മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി വിനോദിനെ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കസ്റ്റഡിയിലുള്ള വിനോദ് ലഹരിക്കടിമയെന്ന് അയൽവാസികൾ പറയുന്നു. ഇക്ബാൽ അറക്കൽ സംഭവ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഇക്ബാൽ അറക്കൽ, യുവാവ് അയൽവാസിയെ തലക്കടിച്ചു കൊല്ലുന്നതിലേക്ക് ഈ തർക്കം എത്തിയത് എങ്ങനെയാണ്? ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ഈ മദ്യപാന സദസ്സിൽ? സുജയ, ഈ മുണ്ടൂർ കുമ്മങ്കോട് സ്വദേശികളായ വിനോദും മണികണ്ഠനും വിനോദിന്റെ സഹോദരൻ ബിനീഷും ഇന്നലെ വൈകിട്ട് ഒരുമിച്ച് മദ്യപിക്കുകയായിരുന്നു. ഈ മദ്യപാനത്തിനിടയിലാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നത്. ഇതിനിടയിലാണ് വിനോദ് ഈ മണികണ്ഠനെ ആക്രമിച്ചതെന്നാണ് പോലീസ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടി വീടിന് സമീപത്ത് മണികണ്ഠനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. അതിനോടൊപ്പം തന്നെ നാട്ടുകാർ തന്നെയാണ് ആദ്യം ഈ അയൽവാസിയായിട്ടുള്ള വിനോദിനെ പിടിച്ചു നിർത്തുന്നത്. പിന്നീട് ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിൽ മണികണ്ഠനെ ആക്രമിച്ചത് വിനോദ് തന്നെയാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നത്. പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും വിനോദിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ വിനോദിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം വിനോദിന്റെ സഹോദരനായ ബിനീഷിനെയും ഒലവക്കോടിന് സമീപത്ത് നിന്ന് ഇപ്പോൾ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. മണികണ്ഠന്റെ മൃതദേഹം ഇപ്പോഴും സംഭവ സ്ഥലത്ത് തന്നെയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. അയൽവാസിയെ തലക്കടിച്ചു കൊന്നു. മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കമാണ് ഈ ആക്രമണത്തിലേക്ക് എത്തിയത്.